ഇതാര് ശ്ശെ. ആറിനു പറയ്. എവിടാണ്? എന്താ പരിപാടി? എന്ത് പരിപാടി? ഞാൻ ദേ കിടന്നു. ഹേ, അല്ല, നീ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ടപ്പോ പോയി? ഞാൻ ഇന്നലെ ഉച്ചയായപ്പോ തന്നെ ഇറങ്ങി. നീ ഇന്നലെ റിസപ്ഷൻ കഴിഞ്ഞപ്പോ തന്നെ പോയല്ലേ? എന്ത് പരിപാടിയാടാ? ആടി പോന്നു, പണിയുള്ളതല്ലേ. ഞാൻ നിന്നെ അവിടെ എവിടൊക്കെ നോക്കിന്നറിയോ? എത്ര ആൾക്ക് ശേഷം നമ്മള് കാണുന്നത്? ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. എന്ത് സാധനാടാ? ടൈം ഉണ്ടല്ലോ, നീ പോകുന്നതിന്റെ മുന്നേ നമുക്ക് എന്തായാലും കാണാം. ഇന്നിനിപ്പോ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ? ചുമ്മാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ നീ? ഞാൻ ഓൾറെഡി കിടന്നടി. ഇത്ര നേരത്തെ കിടക്കേ? നീയോ? 11 മണിയല്ലേ ആയുള്ളൂ. ഞാൻ നേരത്തെ ഇപ്പൊ കിടക്കും. ഇപ്പം ലേറ്റ് നൈറ്റ് അങ്ങനെ നിക്കാറില്ല. ഒടുക്കത്തെ ചേഞ്ച് ആണല്ലോടാ മോനെ നിനക്ക്. കുട്ടിപ്പോ പഴയ പോലെ ഒന്നും അല്ല, ഒരുപാട് മാറിപ്പോയിരിക്കണു. എടാ നമുക്ക് ഇന്നത്തെ പരിപാടി ഒന്ന് മാറ്റി പിടിച്ചാലോ? മാറ്റി പിടിക്കാനോ? എന്ത്? ആന്നേ, ഒരു ചൂട് ചായ കുടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഈ പാതിരാത്രിക്കോ? നീ ഒന്ന് പോയിക്കേ. എടാ 11 മണിയല്ലേ ആയുള്ളൂ. നമ്മളെ ബീച്ച് റോഡുള്ള അബൂക്കാന്റെ ഷോപ്പ് പോയിട്ടുണ്ടെങ്കിലേ നല്ല ചൂടുള്ള പുട്ടും ബീഫും കിട്ടും. രണ്ടും കൂടെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ എന്റെ മോനാ. മനുഷ്യൻ ഇവിടെ ഒന്നാമതേ ഇന്ന് പട്ടിണിയാ. അതിന്റെ ഇടയ്ക്ക് പുട്ടിന്റെയും ബീഫിന്റെയും കഥ പറഞ്ഞിട്ട് എന്നെ കൊതിപ്പിക്കല്ലോ. അതെന്താടാ, നിനക്ക് ആന്റി വീട്ടിലൊന്നും തിന്നാൻ തന്നില്ലേ? അതല്ലടി, ഇന്ന് കറിയൊരു സുഖം ഉണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചില്ല. അത് കലക്കി. അപ്പൊ സെറ്റ്. വേറെ ഒന്നും ആലോചിക്കണ്ട. ബാ ഇനിച്ചോ, പോ. ഇനിയിപ്പോ പോണോ? തണുപ്പ് എടാ തെണ്ടി, ഇറങ്ങി വാടാ താവട്ടേക്ക്. താഴേക്കോ? അവന്റെ ഒരു തണുപ്പ് മഴയും കുറെ നേരം. താഴെയോ? എവിടെ? എടാ കണ്ടവന്റെ പറമ്പിലോട്ട് നോക്കടാ, ഇവിടേക്ക് നോക്കടാ, ലെഫ്റ്റ്. എവിടെ? പോട്ടാ, ഇവിടെ നോക്കടാ. അത് ശരി, അപ്പൊ ഇവിടെ നിന്നിട്ടാണല്ലേ ഈ ഡയലോഗ് മൊത്തം അടിച്ചേ. കൊള്ളാം. ഇറങ്ങി വാടാ പോരങ്ങ. വായ നോക്കി കഥ ഇറങ്ങി വരാതെ. വരുന്നു, കാണിച്ചു കേട്ടോ. കർത്താവേ, ഇവിടെ നിന്നും വീണാരൊക്കെ കാണൂ. ഇത് പാതിരാത്രി എവിടെയാണ് ഈ പുട്ടും ബീഫും? എന്തായാലും പോയി നോക്കാം. ഇവനിത് എവിടാണ്? ഉപ്പങ്ങാനും ഇതിനിപ്പോ പോയി വന്ന് ഞാൻ എപ്പോ കിടന്നുറങ്ങാനാ? ഷീഫളുടെ ഒരു കാര്യം. ചേട്ടൻ മുണ്ടൊക്കെ കൊടുത്ത് നല്ല ലുക്കിലാണല്ലോ. അയ്യോ, ഞാൻ പോയി മാറ്റിയിട്ട് വരാം. ഒന്ന് പോയേ നീ. വാൻ കയറി. അപ്പൻ എണീക്കുന്നതിന് മുന്നേ വീട് പിടിക്കാല്ലേ? ഇവിടാണ് ഞാൻ പറഞ്ഞ അബൂക്കാന്റെ കട. എവിടെ? കുറച്ചും കൂടെ നടക്കാണ്ട്. ഒരുപാടുണ്ടോ? ഏയ് കുറച്ചോളൂ, നീ വാ. ഇടി കുറച്ചല്ലേ നടക്കാനുള്ളൂ. ഹാടാ, നീ വാ. നിനക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലേ? അത് കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പെത്തി. ഓക്കേ. അപ്പൊ നിന്റെ ബൈക്ക് റൈഡ് കഥകളൊക്കെ ഉള്ളതായിരുന്നല്ലേ? പിന്നെ അല്ല. ഞാൻ വിചാരിച്ച നീ ചുമ്മാ തള്ളുകയാണെന്നാ. അന്ന് നീ പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല.
ഇതൊക്കെ എന്ത് നീ എന്നിതൊക്കെ അറിയാൻ കിടക്കുന്നു. കഴിഞ്ഞ തവണത്തെ ലീവിന് വന്നപ്പോൾ ഞാനൊരു ധനുഷ്കോടി റൈഡ് പോയിണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാണ് നെക്സ്റ്റ് വീക്ക്, അതും തമിഴ്നാട് വെച്ചിട്ട്. അപ്പം ഇനി അവിടേക്കാണ് നെക്സ്റ്റ് റൈഡ് പ്ലാൻ. അത് കഴിഞ്ഞ് വേറൊരു റൈഡ് പ്ലാൻ. അങ്ങനെ ലീവ് മൊത്തം തീരുന്ന എനിക്ക് തോന്നുന്നത്. നീ ഒരു സംഭവം തന്നെ. പക്ഷെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ റൈഡിങ് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എടാ, ഈ യാത്ര പോകുന്ന സമയത്ത് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ യാത്ര പോകുമ്പോഴുള്ള സ്പെഷ്യൽ മെമ്മറീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡയറി ഉണ്ട്, അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കും. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു മൊമെന്റ് മെമ്മറീസിന് വേണ്ടിയിട്ട്. അത് നൈസ് പരിപാടി കേട്ടോ. ആ മെമ്മറീസും കാര്യങ്ങളും പിന്നെ അത് അടിപൊളിയാ, കൊള്ളാം. പിന്നല്ല, അതൊരു അടിപൊളി പരിപാടിയാ മോനെ. അല്ല, അപ്പം ഇനിയെപ്പോ തിരിച്ചു പോകുന്നേ? കുറച്ച് നാളുണ്ടാവും ഇവിടെ? ഇപ്പൊ ഒന്നും തിരിച്ചു പോകാനുള്ള പ്ലാൻ ഇല്ല. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ എത്രയും പെട്ടെന്ന് അപ്പൻ എന്നെ കെട്ടിക്കാനുള്ള പ്ലാനിങ് ഇല്ല. അതുണ്ടോ? അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാം ഈ ട്രിപ്സ് കൊണ്ട്. ഓ, അപ്പൊ വീട്ടുകാരെ പറ്റിച്ചോണ്ടുള്ള മുങ്ങി നടക്കലാണല്ലേ? കൊള്ളാം, നല്ല പരിപാടി. അങ്ങനെയല്ല, അപ്പൻ എന്തായാലും കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്റേതായ രീതിയിൽ ഞാനും ആലോചിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യ്, അവിടേക്ക് ഇരിക്കും. ഓക്കെ, ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം. അബൂക്ക, പതി കൊടുത്തോ? 2 മിനിറ്റ് അപ്പുറം. ഓക്കെ. അമ്മ അതോ ചമ്മന്തിയിലേ? അവിടെ ഇവിടെ ഇവിടെ ഇവിടെ. ഇതാണ് അബൂക്ക സ്പെഷ്യൽ പൊറോട്ടയും ബീഫും. പുട്ടും ബീഫും കിട്ടിയില്ലടാ. നീ ഇപ്പോ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറ. കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? അതാണ്. പറ, എങ്ങനെയുണ്ട് നിന്റെ പരിപാടീസ് ഒക്കെ? ജോലിക്ക് എങ്ങനെ പോണു? സത്യം പറഞ്ഞ മടുപ്പാ. ഓഫീസ് വീട്, വീട് ഓഫീസ്, ഈ ഒരു ലൂപ്പിൽപ്പെട്ട് കിടക്കുക. നീ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം. പക്ഷേ ലീവ് കിട്ടില്ല, കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. എടാ, ട്രിപ്പൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോ. സേവിങ്സ് ഒക്കെ ആയി ട്രിപ്പൊക്കെ പോവാന്ന് വെച്ചാൽ അത് നടക്കില്ല. പോണം. എടാ, നിങ്ങൾക്ക് അബ്രോഡ് പോകാൻ വല്ല പ്ലാനുണ്ടോ? ഏയ്, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്കിവിടെ ഇഷ്ടം. ഹോ, നീ പിന്നെ പണ്ടേ പച്ചപ്പിൻ്റെ ഹരിതാപത്തിൻ്റെ ഒക്കെ ആളാണല്ലോ അല്ലേ? ഇവിടെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ജോബ് നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒന്നിനും തികയുന്നില്ല. ചെയ്യുന്ന പണിക്കുള്ള സാലറി ഒന്നുമില്ലെന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ മടുത്തു. ഞാനവിടെ നിർത്തി പോരാനുള്ള പ്ലാനാ. അവിടെ ക്യാഷിനാണെങ്കിൽ ഓക്കെ ആണ്, പക്ഷേ അത് മാത്രം പോരല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോന്തനെയും കെട്ടിയിട്ട് അങ്ങ് സെറ്റിൽ ആവുന്നേ. അല്ല, നീ നമ്മളെ ടീംസായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. അവരോടൊന്നും ചോദിക്കുമ്പോൾ നിന്നെ പറ്റി ഒരു ഐഡിയ ഇല്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാതെ ആരും ഏറ്റവും വലിയ കോണ്ടാക്ട് ഇല്ലടി. എന്തോ അവരെ എനിക്ക് അത്ര വലിയ കണക്റ്റ് ആവാത്തത് കൊണ്ടാവാം. പിന്നെ അവർ കൂടുമ്പോൾ പറയുന്ന തമാശകൾ അത്ര വലിയ സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തമാശകളാണ് അവിടെ ഉണ്ടാകുന്നത്. എനിക്കത് വലിയ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ഗ്യാങ് ഉണ്ട്, അത്ര തന്നെ. അവരതിൽ കംഫർട്ടാ, അത്ര തന്നെ. ഞാൻ ഗ്രൂപ്പ് ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്, പക്ഷെ അവരുടെ ഗാദറിംഗ് പാർട്ടീസിലൊന്നും നിന്റെ ഫോട്ടോസ് ഇല്ല. അതുകൊണ്ട് ചോദിച്ചാട്ടോ. അത് വിട്. ശരി, വിട്ട്. പക്ഷെ നീ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി പോയിട്ടോ. പണ്ട് കോളേജിൽ ഏറ്റവും വലിയ ഇൻട്രോവേർട്സ് ആയിരുന്നു നമ്മൾ രണ്ടുപേരും. അതുമാത്രമല്ല, അന്ന് ക്ലാസ്സിലെ പിള്ളേരുടെ മുന്നിൽ സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാണ്ട് കരഞ്ഞു നിന്ന് നീ ഇന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആങ്കർ ചെയ്ത് ഡാൻസ് കളിച്ച്
എന്തൊക്കെയായിരുന്നു അവിടെ? ഉം, സ്വാഭാവികം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുമല്ലോ. അന്നൊക്കെ ഫുൾ ടൈം സ്കൂള്, പഠിത്തം, അതായിരുന്നല്ലോ ലൈഫ്. അതായത് നമ്മൾ ഒരു പരിപാടിക്കും വീട്ടിൽ നിന്ന് വിടില്ല, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആ ഒരു സ്പേസിൽ നിന്നിട്ട് പെട്ടെന്ന് അബ്രോഡൊക്കെ പോയി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ ഫീലാണ്. ആദ്യം എനിക്ക് പേടിയായിരുന്നു, പിന്നെ പിന്നെ ഒന്ന് ഓക്കെ വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ ചില്ലാണ്. അന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവം. ലൈഫ് ഇപ്പോൾ ഭയങ്കര കളറാടാ. നീ ഇപ്പോഴെങ്കിലും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കത് ഇപ്പോഴും പറ്റിയിട്ടില്ല. പണ്ടൊക്കെ പഠിത്തത്തിൻ്റെ പുറകെയായിരുന്നു, ഇപ്പം അത് ജോലീൻ്റെ കാര്യത്തിലും. അതേ ഉള്ളൊരു വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓർത്ത് വെക്കാനുള്ള ഒരു നല്ല മെമ്മറീസ് പോലും ഉണ്ടായിട്ടില്ല. എന്തിന്? ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമില്ല. പിന്നെ പ്രേമം, അത് പിന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാ? ഒരു പെണ്ണിനെ കാണുമ്പം എനിക്കാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അന്നത്തേന്ന് പറയുമ്പം എൻ്റെ തടിയും കാര്യങ്ങളും മെയിൻ പ്രശ്നമായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കണ്ടപ്പോൾ തീരെ മനസ്സിലായില്ല കേട്ടോ. നിന്റെ ലുക്കൊക്കെ ആകെ ചേഞ്ച് ആടാ. പക്ഷെ എനിക്ക് നിന്റെ പണ്ടത്തെ ലുക്കായിരുന്നു കേട്ടോ ഇഷ്ടം. ഭയങ്കര ക്യൂട്ടായിരുന്നു അത്. അറിയാം, നിന്റെ മെയിൻ പരിപാടി എൻ്റെ കവിളിൽ പിടിച്ച് നുള്ളലായിരുന്നല്ലോ. പോടാ. പിന്നെ നിനക്ക് പ്രേമിക്കാനാണെങ്കിൽ ഇനിയും ടൈമുണ്ട് കേട്ടോ. അതോർത്ത് നീ പേടിക്കണ്ട. നീ ഇപ്പോൾ ഭയങ്കര ലുക്കായണ്ടടാ. ആ, പക്ഷെ ഒരു പെണ്ണിനോട് സംസാരിക്കാനുള്ള എനിക്ക് പറ്റണ്ടേ? ഇപ്പോഴും അതിനൊരു മടിയാ. കുറച്ചെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നിൻ്റെ അടുത്താണ്. ഹാ, എനിക്ക് കോളേജ് ടൈമിൽ ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പ്രേമെന്ന് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഉറപ്പിച്ചു പറയാം, അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. നിനക്കങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ട്? എന്താ, എനിക്ക് പ്രേമിച്ചൂടെ? അതല്ല, ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരുന്നോ? അതെനിക്ക് മാത്രമേ അറിയൂ. അവൻ എന്നെക്കാൾ വലിയൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. പിന്നെ ഞാനെന്നെങ്ങാനും അവൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്വഭാവം വെച്ച് അവൻ അന്ന് എന്നെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മേനോട് പറയും. ആ, എന്ത് ചെയ്യാനാ? അല്ല, നീ ഇതാരെ പറ്റിയാ പറയുന്നേ? അതൊക്കെ ഉണ്ട്. അവന് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിൽ നിനക്കിപ്പോൾ തന്നെ പോയി പറഞ്ഞൂടെ? പറയണം. പക്ഷേ അവനൊന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഞാൻ ആരോടെ കർത്താവ് ഇതൊക്കെ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം. അവനെ വേറെ പെമ്പിള്ളേരങ്ങാൻ കുത്തിക്കൊണ്ടുവന്നതിന് മുന്നേ കാര്യം പോയി പറയാൻ നോക്ക്. ഹേയ്, ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. അവൻ്റെ ഒരു നാച്ചർ വെച്ചിട്ട് അവനൊരു ഗേള് സെറ്റാവാൻ പോണില്ല. ഇവളിതാരെ പറ്റിയാ പറയുന്നേ? ഇനി എന്നെ പറ്റിയാണോ? ഏയ് നീ എന്താ ചിരിച്ചേ? ഏയ് ഒന്നുമില്ല. അല്ല, നീ എന്തിനാ ചിരിച്ചേ? ഹാ, ഒന്നില്ല. നീ എന്ത് ചിരി നോക്കിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചേ? അല്ല, അപ്പൻ എഴുന്നേക്കുന്നതിന്റെ മുന്നേ വീട്ടിൽ ചെല്ലണമെന്നായിരുന്നില്ലേ പറഞ്ഞേ? നമുക്ക് പോകണ്ടേ? അയ്യോ, ലേറ്റായി. സംസാരിച്ചിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ബാ, പോവാ. അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ല എൻ്റെ കർത്താവേ. അങ്ങനെ നമ്മൾ വീടെത്തി. ഇറങ്ങിക്കോ. അപ്പോൾ ഓക്കെ, ശരി, ബൈ. ബൈ. കർത്താവ് ഇതെന്താ പോവാത്ത? തിരിഞ്ഞു പോട്ടെ. അപ്പൊ ബൈ. ഓയ്, നീ ഇതുവരെ പോയില്ലേ? നാളെ റെയിൽവേ പാലത്തിന്റെ അടിയിൽ ഷെഫിക്കാന്റെ കട ഉണ്ട്. അവിടെ നല്ല പുട്ടും ബീഫും കിട്ടും. നാളെ പോയാലോ? ആലോചിക്കാം. അപ്പൊ ഓക്കെ, ബൈ. ബൈ. ഇപ്പളി തന്നെയും കൊണ്ടേ പോകുള്ളൂ. സമയമുണ്ടല്ലോ, നോക്കാം.